അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത് വളരെ ശ്രദ്ധേയമായിട്ട് കടന്നു വരുന്ന അള്ളാഹിൻ്റെ ഒരു നാമം അൽ ലത്തീഫ് എന്നുള്ള ഒരു നാമത്തെ സംബന്ധിച്ചാണ്. പരിശുദ്ധ ഖുർആനിൽ 7 തവണ ഈ ഒരു നാമം കടന്നു വരുന്നുണ്ട്. അതിൽ 5 തവണയും അതിനോടൊപ്പം പെയർ ചെയ്ത് അതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു നാമം ഖബീർ എന്നുള്ള നാമമാണ്. ലത്തീഫുൻ ഖബീർ. ഇപ്പോൾ അൽ ലത്തീഫ് അല്ലെങ്കിൽ അൽ ഖബീർ, ഈ നാമല്ല ഹൈലൈറ്റ് ചെയ്യുന്ന ഒന്നാമത്തെ ക്വാളിറ്റി ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യത്തെ സംബന്ധിച്ചുള്ള ആ സൂക്ഷ്മജ്ഞാനാണ്. ആലിം ബിൽ ദഖായിഖിൽ അഹ്വാൽ. ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു സംഭവത്തിൻ്റെ പിറകിലുള്ള ഒളിഞ്ഞിരിക്കുന്ന സകല രഹസ്യങ്ങൾ, നിഗൂഢമായിട്ടുള്ള രഹസ്യങ്ങൾ, സൂക്ഷ്മ യാഥാർത്ഥ്യങ്ങളെല്ലാം സമ്പൂർണ്ണമായിട്ട് അറിയുന്നവൻ, അതായത് എല്ലാത്തിൻ്റെയും എസൻസ് അറിയാവുന്നവൻ. അതാണ് ഒന്നാമതായിട്ട് ആ നാമം ഹൈലൈറ്റ് ചെയ്യുന്ന ക്വാളിറ്റി. ഇപ്പോൾ നമ്മളൊരു വസ്തുവിനെ, ഒരു കാര്യത്തെ കാണുന്ന സമയത്ത് നമ്മൾ ആ പുറമേക്ക് കാണുന്നതിനപ്പുറം ആ വസ്തുവായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു ലോകം തന്നെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അടിസ്ഥാന കണങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണം, നമ്മൾ ആദ്യം ആറ്റത്തിലെത്തിച്ചേർന്നു. ആറ്റാണ് എല്ലാത്തിൻ്റെ ആ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിളെന്ന് നമ്മൾ ധരിച്ചു. വീണ്ടും ആ അന്വേഷണം മുന്നോട്ട് പോയ സമയത്ത് ആറ്റത്തിനകത്ത് നിരവധി സബാറ്റോമിക് പാർട്ടിക്കിൾ, ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ്, അത്തരത്തിലുള്ള കണികകളെ കണ്ടെത്തി. വീണ്ടും ആ അന്വേഷണം മുന്നോട്ട് പോയ സമയത്ത് അതിനുമപ്പുറം കോർക്കുകൾ അല്ലെങ്കിൽ ഗ്ലൂവോണുകൾ, 3 കളറുകളും 6 ഫ്ലേവറുകളെല്ലാം അടങ്ങുന്ന ആ കോർക്കുകളെ സംബന്ധിച്ചുള്ള ലോകം തന്നെ, QCD, ക്വാണ്ടം ക്രോമോഡൈനാമിക്സ് എന്നുള്ളൊരു ശാസ്ത്രശാഖ തന്നെ കാണാൻ സാധിക്കും. വീണ്ടും അതിനപ്പുറം സ്ട്രിങ്ങുകളുള്ളതായിട്ടെല്ലാം അനുമാനിക്കപ്പെടുന്നുണ്ട്. അടിസ്ഥാന കണങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആ ഒരു ലോകത്തേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ജീവശാസ്ത്രത്തിൽ മൈക്രോബയോളജി എന്നുള്ളൊരു സൂക്ഷ്മ ലോകത്തെ സംബന്ധിച്ചുള്ളൊരു ശാഖ തന്നെ, പഠനശാഖ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തെ സംബന്ധിച്ച് അറിയാമെന്ന് പറയുമ്പോൾ ഈ ഒരു പരിമിതികൾ, അതായത് സൂക്ഷ്മ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ആ പരിമിതിയോട് കൂടിയാണ് ആ ഒരു കാര്യത്തെ നമ്മൾ അറിയുന്നത്. പലപ്പോഴും ആ ഒരു മോണിറ്റർ മാത്രമാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സമയത്ത് പിറകിലുള്ള ആ സോഴ്സ് കോഡിനെ സംബന്ധിച്ചൊന്നും നമുക്ക് യാതൊരു ധാരണയില്ല. അതേസമയം അള്ളാഹു ഒരു കാര്യത്തെ അറിയുന്നു എന്ന് പറയുമ്പോൾ ആ കാര്യത്തിൻ്റെ അകവും പുറവും, അതിൻ്റെ ലാഹിറും ബാത്തിനും, അതിൻ്റെ ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ, അതിൻ്റെ ആ നിഗൂഢ രഹസ്യങ്ങൾ, സൂക്ഷ്മ യാഥാർത്ഥ്യങ്ങളെല്ലാം സമ്പൂർണ്ണമായിട്ട് അറിയുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അവിടെ അൽ ലത്തീഫ് എന്നുള്ള ആ ഒരു നാമം ഒരു കാര്യത്തിൻ്റെ ആ ഒരു ആന്തരിക യാഥാർത്ഥ്യങ്ങൾ, അതായത് ആ കാര്യങ്ങളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ആ സൂക്ഷ്മ യാഥാർത്ഥ്യങ്ങളെല്ലാം സമ്പൂർണ്ണമായിട്ട് അറിയുന്നവൻ, ആ ഒരു അർത്ഥത്തിലാണ് അൽ ലത്തീഫ് എന്നുള്ള ആ ഒരു നാമം കടന്നു വരുന്നത്. ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അള്ളാഹിൻ്റെ ആ സൂക്ഷ്മജ്ഞാനത്തെ പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഭൂമിയിലുടനീളം ഏകദേശം 3 ട്രില്യൺ വൃക്ഷങ്ങളുള്ളതായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ഓരോ മനുഷ്യനും തുല്യമായിട്ട് ഏകദേശം 400 വൃക്ഷങ്ങൾ ആ രൂപത്തിലാണ്. അതിൽ ഓരോ വൃക്ഷങ്ങളിലും ഒരു ഇല വീഴുന്ന സമയത്ത് വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, സൂറത്ത് അൻആമിൻ്റെ 59-ാമത്തെ വചനം. ആ ഇല വീഴുന്ന സമയത്ത് അത് എവിടെയാണ് വീഴുന്നത്, അത്തരത്തിലുള്ള മുഴുവൻ ജ്ഞാനവും അള്ളാഹ്ക്കുണ്ട് എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ആയത്തിൽ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാത്തിൽ അർള്, ഭൂമിയുടെ അന്ധകാരത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ധാന്യമണി, അതും അള്ളാഹിൻ്റെ അറിവിലുണ്ട്. അതായത് അതെന്ന് മുളക്കും, ഇനി അത് മുളച്ചു കഴിഞ്ഞാൽ ആ വൃക്ഷത്തിൽ എത്ര ഇലയുണ്ടാകും, ആ ഇലകൾ എവിടെ പോയി വീഴും, അല്ലെങ്കിൽ ആ വൃക്ഷം എന്നാണ് അത് അവസാനിക്കുക, ആ രൂപത്തിൽ. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ, അതേ സൂറത്തിൻ്റെ 95-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. ആ ധാന്യങ്ങൾ പിളർത്തി ആ വിത്തിൽ നിന്നും ആ സസ്യത്തെ പുറത്തു കൊണ്ടുവരുന്നത് അള്ളാഹുവാണ്. അതായത് ഇപ്പോൾ വിത്തുകളെ സംബന്ധിച്ച് പറയാറുണ്ട്, എല്ലാ വിത്തുകളും ഒരു ടൈം മെഷീനാണെന്ന് പറയാറുണ്ട്. കാരണം ഓരോ വിത്തുകൾക്കകത്തും ഒരു ഭൂതകാലം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇനി അത് മുളച്ചു കഴിഞ്ഞാൽ അതിലൊരു വലിയ ഭാവിയും വരാനുണ്ട്. അപ്പോൾ ആ ഭൂതഭാവി കാലങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഓരോ വിത്തുകളും. ആ പരിപൂർണ്ണ ജ്ഞാനം അള്ളാഹ്ക്കുണ്ട് എന്നുള്ളതാണ്. ആ വിത്തുകൾ മാത്രമല്ല, പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി ഗാലക്സികൾ, അതിനകത്ത് ഭൂമിയിലുള്ള മണൽത്തരികളേക്കാൾ വരുന്ന നക്ഷത്രങ്ങൾ, ജനിച്ചു വീഴുന്നതും അതൊടുങ്ങുന്നതും, അതെല്ലാം അള്ളാഹിൻ്റെ അറിവിൽപ്പെട്ടതാണ്. അതേ സൂറത്തുൽ അൻആമിൻ്റെ ആ തുടർച്ചയിൽ 97-ാമത്തെ വചനത്തിൽ വഹുവല്ലദീ ജഅല ലക്കുമുൻ നുജൂമ ലിതഹ്തദൂ ബിഹാ, അള്ളാഹു ആ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് അവിടെ പറയുന്നുണ്ട്. അൽ ലത്തീഫായിട്ടുള്ള അള്ളാഹിൻ്റെ ആ കാര്യങ്ങളിലുള്ള സൂക്ഷ്മജ്ഞാനം അതേറെ മനോഹരമായിട്ട് ഒപ്പിയെടുക്കുന്നത് പരിശുദ്ധ ഖുർആൻ്റെ 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാൻ. അതിൽ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം തൻ്റെ മകന് നൽകുന്ന വളരെ ശ്രദ്ധേയമായിട്ട് ചില ഉപദേശങ്ങളുണ്ട്. അതിൽ 16-ാമത്തെ വചനത്തിൽ പിതാവ് സ്നേഹത്തോടുകൂടെ മകനെ ഉപദേശിക്കുന്നുണ്ട്. യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സുഖ്റത്തിൻ ഔ ഫീ സമാവാതി ഔ ഫിൽ അർദ്. എൻ്റെ പൊന്നുമോനെ, ഒരു കടുകുമണിയോളം ചെറുത്, അതായത് ഒരു കടുകുമണി, അത് നീ ഒരു പാറക്കെട്ടിനുള്ളിൽ ഒളിപ്പിച്ചാൽ
ആ പാറ ഭൂമിയിൽ എവിടെയാകട്ടെ, അതല്ലെങ്കിൽ വാനലോകത്ത് എവിടെയായിരുന്നാലും യഅ്തി ബിഹല്ലാ, അത് അള്ളാഹു കൊണ്ടുവരുമെന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ചിന്തിച്ചു നോക്കുക ഈ പറയുന്നതിൻ്റെ ഒരു ആഴം. ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ ഒരു കടുകുമണി വെച്ചാൽ അത് ഞാൻ ഇരിക്കുന്ന റൂമുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ വളരെ ചെറുതാണ്. അത് സൂം ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അതെൻ്റെ പട്ടണമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ റൂം തന്നെ വളരെയധികം ചെറുതാവുകയാണ്. വീണ്ടും ഈ രാജ്യവും കടന്ന് ഈ ലോകവും കടന്ന് നമ്മൾ ആ സൗരയുധത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളെല്ലാം ഉൾക്കൊള്ളുന്ന ആ ഭൂമി തന്നെ ഒരു കടുകുമണിയോളം ചെറുതാവുകയാണ്. അത് വീണ്ടും നമ്മൾ ഗാലക്സി കടന്നു പോകുന്ന സമയത്ത് ആ ഭൂമിയിലുള്ള മൊത്തം മണൽത്തരികൾ പ്രപഞ്ചമായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിൽ ഒരു മണൽത്തരിയോളം നമ്മുടെ ഭൂമി അല്ലെങ്കിൽ നമ്മുടെ ഗാലക്സി വരുന്നില്ല എന്നുള്ളത്. അത്രയും വിശാലമാണ്. ഏകദേശം 93 ബില്യൺ പ്രകാശവർഷമാണ് ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ഏകദേശം വലുപ്പം അവർ പറയുന്നത്. അത്രയും വിശാലമായിട്ടുള്ള ആ പ്രപഞ്ചത്തിൽ ഒരു കടുകുമണിയുടെ അസ്തിത്വം എത്രയാണ്. ആ കടുകുമണി ആ പ്രപഞ്ചത്തിൽ എവിടെ കൊണ്ടുപോയി, ഏത് പാറക്കെട്ടിനുള്ളിൽ കൊണ്ടുപോയി നിങ്ങൾ ഒളിപ്പിച്ചാലും യഅ്തി ബിഹല്ലാ, ഉടനെ തന്നെ അള്ളാഹു അതിനെ കൊണ്ടുവരും എന്നുള്ളതാണ്. കാരണം അവിടെ അള്ളാഹിൻ്റെ ആ ഒരു നാമം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. അള്ളാഹു ആ സൂക്ഷ്മജ്ഞാനിയാണെന്നുള്ള അള്ളാഹിൻ്റെ ആ സൂക്ഷ്മജ്ഞാനത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ ആ സൂക്ഷ്മജ്ഞാനത്തെ കുറിക്കുന്ന അൽ ലത്തീഫ് എന്നുള്ള ആ ഒരു നാമം, ആ ഒരു വിശേഷണം തന്നെ പിതാവ് മകനെ ഈ രൂപത്തിൽ ഉണർത്താനുണ്ടായ കാരണം പിതാവ് അവിടെ പഠിപ്പിക്കുന്നത് വിശാലമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ ഒരു കടുകുമണിയോളം അത്രയുള്ള കാര്യം പോലും അള്ളാഹിൻ്റെ നിയന്ത്രണത്തിലാണെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നീ എവിടെ പോയി എന്ത് തെറ്റ് ചെയ്താലും അത് അള്ളാഹു അറിയുന്നുണ്ട്. നീ നിൻ്റെ ഹൃദയത്തിൽ എന്ത് തന്നെ ഒളിപ്പിച്ച് വെച്ചാലും അത് കൊണ്ടുവരാൻ അൽ ലത്തീഫായിട്ടുള്ള അള്ളാഹ്ക്ക് സാധിക്കും എന്നുള്ള വലിയ പാഠം മകന് പകരുകയാണ്. അത് നന്മതിന്മയുടെ കാര്യത്തിൽ ഇപ്പോൾ അള്ളാഹു നമ്മൾ ചെയ്യുന്ന നന്മതിന്മകളെ സംബന്ധിച്ച് മിസ്ഖാല ദർറത്തിൻ എന്നാണ് അള്ളാഹു ഉപയോഗിച്ചത്. ആറ്റോമിക് വെയിറ്റ്, അത്ര അണുമണിത്തൂക്കം നിങ്ങൾ നന്മ ചെയ്താലും നിങ്ങൾ ഭൂമിയിൽ എവിടെ വെച്ച് ചെയ്താലും അത് അള്ളാഹു അറിയും എന്നുള്ളതാണ്. അതേപോലെ തന്നെ കിബറിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി ഹദീസിൽ പറയുന്നുണ്ട്, ഒരു അണുമണിത്തൂക്കം നിങ്ങളുടെ ഹൃദയത്തിൽ കിബറുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അപകടമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരുടെ ഹൃദയങ്ങളിലുള്ള മന്ത്രങ്ങൾ ഒരേ സമയം അൽ ലത്തീഫായിട്ടുള്ള അള്ളാഹു അറിയുന്നു എന്നുള്ളതാണ്. സൂറത്തുൽ ഖാഫിൻ്റെ 16-ാമത്തെ വചനം വയഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു, അതല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, നിങ്ങളുടെ കണ്ണുകളുടെ കട്ടുനോട്ടവും ഹൃദയങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നതും അൽ ലത്തീഫായിട്ടുള്ള അള്ളാഹു അറിയുന്നു എന്നുള്ള. കാരണം പ്രപഞ്ചത്തിൽ എവിടെ തന്നെ ഒരു കടുകുമണിയോളം നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചാലും അത് കൊണ്ടുവരാൻ സാധിക്കുന്ന അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഹൃദയത്തിലുള്ള രഹസ്യങ്ങൾ കൊണ്ടുവരാൻ യാതൊരു പണിയില്ല എന്നുള്ളതാണ്. അവർ ചെയ്യുന്ന ആ നന്മകൾ അത് എത്ര ചെറുതാണെങ്കിലും ആ ഹൃദയം നോക്കി അവർക്ക് അള്ളാഹു പ്രതിഫലം നൽകുക എന്നുള്ളത്. ചിന്തിച്ചു നോക്കുക, അപ്പോൾ ലോകത്തുള്ള 10,000-കണക്കിന് പള്ളികളിൽ ഒരേ സമയം കോടിക്കണക്കിന് മുസ്ലിങ്ങൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ആ നമസ്കാരം നോക്കുന്ന സമയത്ത് ഒരു ഇമാമിൻ്റെ കീഴിൽ എല്ലാ ആളുകളും ഒരേ ചര്യയാണ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതേസമയം റസൂലുള്ള പ്രതിഫലത്തെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് സ്വയമായിട്ടുള്ളൊരു ഹദീസിൽ ആ നമസ്കാരത്തിൽ ചില ആളുകൾ അതിൻ്റെ പകുതി പ്രതിഫലം നേടും, ചില ആളുകൾ അതിൻ്റെ 2%, ചില ആളുകൾ 10%, ചില ആളുകൾ ഒന്നും നേടില്ല, ചില ആളുകൾ മുഴുവനായിട്ട് നേടും. അപ്പോൾ അവിടെ ഹൃദയങ്ങളുടെ മന്ത്രങ്ങൾ അറിയാവുന്ന അൽ ലത്തീഫായിട്ടുള്ള അള്ളാഹു അവരുടെ ആ ഹൃദയത്തിൻ്റെ ഫോക്കസ് നോക്കി അതിനനുസരിച്ചാണ് ആ പ്രതിഫലം അവിടെ നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിൽ അള്ളാഹുക്ക് നൽകാൻ സാധിക്കുന്നത് നമ്മൾ സൂറത്ത് മുൽക്കിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ 13-ാമത്തെ വചനത്തിൽ അസിറു ഖൗലക്കും അബി ജുഹറു ബിഹി ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, നിങ്ങൾ ആ വായ കൊണ്ട് ഉച്ചരിക്കുന്ന കാര്യങ്ങൾ അത് പതുക്കെ ആക്കിയാലും ഉറക്കെ ആക്കിയാലും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും സമാണ് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ ഹൃദയം ഏത് രൂപത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഫോക്കസ് അതാണ് അള്ളാഹു നിരീക്ഷിക്കുന്നത് എന്നുള്ളത്. കാരണം ഹൃദയത്തിൻ്റെ ആ മന്ത്രങ്ങൾ അറിയാവുന്നവനാണ് അവൻ. ആ രൂപത്തിൽ അവൻ അറിയാനുള്ള കാരണം അതാണ് നമ്മുടെ വിഷയം. അടുത്ത ആയത്തിൽ അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ, അള്ളാഹു വല്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സൃഷ്ടിച്ചുണ്ടാക്കിയവന് പിന്നെ നിങ്ങൾ അറിയില്ലേ? കാരണം അറിയാനുള്ള കാരണം വഹുവൽ ലത്തീഫുൽ ഖബീർ, അവൻ സൂക്ഷ്മജ്ഞാനിയാണ് എന്നുള്ളത്. അള്ളാഹിൻ്റെ ആ നാമം അവിടെയും കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മോട് ഏറ്റവും അടുത്ത വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, സൂറത്തുൽ ഖാഫിൽ, കണ്ഠനാടിയേക്കാൾ നമ്മളോട് അടുത്ത നമ്മുടെ ഹൃദയത്തിൻ്റെ മന്ത്രങ്ങൾ അറിയാവുന്ന ആ അള്ളാഹു സദാസമയത്തും നമ്മോടൊപ്പം ഉണ്ട്. വഹുവ മഅക്കും ഐനമാ കുൻതും, ആ സാന്നിധ്യം നമ്മൾ കാണുന്നില്ലെങ്കിലും അവന് നമ്മളെ സദാ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് സൂറത്തുൽ അൻആമിൻ്റെ 103-ാമത്തെ വചനത്തിൽ ലാ തുദ്രിക്കുൽ അബ്സ്വാർ വഹുവ യുദ്രിക്കുൽ അബ്സ്വാർ, അവിടെയും അതേ നാമം കൊണ്ടാണ് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത്. വഹുവൽ ലത്തീഫുൽ ഖബീർ, അവൻ സൂക്ഷ്മജ്ഞാനിയാണ്. ഇനി രണ്ടാമതായിട്ട് അൽ ലത്തീഫ് എന്നുള്ള ആ നാമത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട തലം, ഒന്ന് സൂക്ഷ്മജ്ഞാനാണെന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് കടന്നു വരുന്നത് അർ റിഫ്ഖ് ഫിൽ ഫിഅൽ, അതായത് അല്ലദി യൂസിലു റിഫ്ഖ വൽ ഇഹ്സാന ബി സുബ്രിൻ ഖഫി, നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ ആ സൂക്ഷ്മ രൂപത്തിൽ നമ്മളോട് നിരന്തരം കാരുണ്യ സ്നേഹമെല്ലാം കാണിച്ചുകൊണ്ടേയിരിക്കുന്നവൻ, ആ ഒരു അർത്ഥത്തിലാണ്.
അപ്പോൾ അവിടെ റഹ്മാൻ എന്നുള്ള ആ ഒരു നാമം കാരുണ്യത്തെ കുറിക്കുന്നുണ്ട്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അവിടെ പറയുന്ന റഹ്മാൻ ആ ഒരു അർത്ഥത്തിൽ വരുന്ന കാരുണ്യം അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു മാതാവ് മക്കളോട് കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു ജീവി മറ്റൊരു ജീവിയോട് കാണിക്കുന്ന സ്നേഹമല്ല, ആ കാരുണ്യമല്ല നമുക്ക് കണ്ടാൽ തിരിച്ചറിയുന്നതാണ്. പക്ഷേ ഇവിടെ പറയുന്നത് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന അള്ളാഹുവിൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന കാരുണ്യങ്ങളെ സംബന്ധിച്ചാണ്. അപ്പോൾ സമാനമായിട്ടുള്ള അതേ അർത്ഥത്തിലാണ് അൽ ലത്തീഫ് എന്നുള്ള ആ പദത്തിൻ്റെ മറ്റൊരു രൂപം. ഇപ്പോൾ സൂറത്തുൽ കഹ്ഫിൽ ആ ഗുഹാവാസികൾ അവർ 300-ലധികം വർഷം ഉറങ്ങിയതിന് ശേഷം അവർ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ അവർ കരുതുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഉറങ്ങിയതെന്നുള്ളതാണ്. അവരെയും തെരഞ്ഞ് ശത്രുക്കൾ ഈ സമയത്തും പുറത്തുണ്ട് എന്നുള്ള ധാരണയിലാണ്. അങ്ങനെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആ ലീഡർ അതിലുള്ള ഒരാളെ പട്ടണത്തിലേക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടി പറഞ്ഞേക്കുന്നുണ്ട്. ഈ സംഭവം നമുക്കെല്ലാം അറിയാവുന്നതാണ്. പോകുന്ന സമയത്ത് ആ ലീഡർ അയാൾക്ക് നൽകുന്ന ആ നിർദ്ദേശം, അതാണ് നമ്മുടെ വിഷയം. 19-ാമത്തെ ആയത്തിൽ വലിയ തലത്തോഫ്, സമാനമായിട്ടുള്ള റൂട്ടാണ്, അതേ പദമാണ്. ലത്തീഫായിക്കൊണ്ട് ആ രൂപത്തിൽ പോകാൻ വേണ്ടി നിർദ്ദേശിക്കുന്നതാണ്. മറ്റൊരു സൈഡ് പോയിന്റ്, ചില പണ്ഡിതന്മാർ ഇത് പരിശുദ്ധ ഖുർആന്റെ കൃത്യം മധ്യഭാഗത്ത് കടന്നു വരുന്ന പദാണെന്നെല്ലാം അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോൾ അയാളെ പറഞ്ഞയക്കുന്ന സമയത്ത് വലിയ തലത്തോഫ്, അതായത് നീ പോകുന്നത് മറ്റാരും കാണരുത്, അതായത് നിന്റെ സാന്നിധ്യം അറിയാതെ, മറ്റാർക്കും പിടികൊടുക്കാതെ, സംശയത്തിനുള്ള വകയൊന്നും നൽകാതെ പോയിട്ട് ആ ഭക്ഷണം വാങ്ങി വരണം. സൂക്ഷ്മമായിട്ട് ആ കാര്യം നിർവഹിക്കാൻ വേണ്ടി അയാൾ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന അൽ ലത്തീഫ് എന്നുള്ള അള്ളാഹിൻ്റെ നാമമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് അതേ ആശയമാണ്. അതായത് അള്ളാഹു അവൻ്റെ കാരുണ്യം നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്ത വിധം നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സൂക്ഷ്മമായ അഗോചരായിട്ടുള്ള രൂപത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന കാരുണ്യം. ഏറ്റവും ലളിതമായിട്ടുള്ള ഉദാഹരണം പറയാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ റൂമിലുള്ള ഓക്സിജൻ, അതിനെ സംബന്ധിച്ച് നമ്മൾ ബോധവാന്മാരല്ല, പക്ഷേ അത് നമ്മുടെ ജീവൻ നിലനിർത്താൻ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് താനും. അത് നമ്മൾ ആ ഒരു അനുഗ്രഹം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, പക്ഷേ അതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും. ഒരു ദിവസം 1,00,000 തവണ നമ്മുടെ ഹൃദയം ഇടിക്കുന്നുണ്ട്. ഒരു ടാങ്കർ ലോറിയിൽ കൊള്ളുമാറ് 7500 ലിറ്റർ രക്തം ഹൃദയം പമ്പ് ചെയ്യുന്നുണ്ട്. നമ്മളത് അറിയുന്ന പോലില്ല. പലപ്പോഴും ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് വരുന്ന സമയത്താണ് നമ്മളതെല്ലാം നോക്കാൻ പോകാറുള്ളത്. അതേപോലെ തന്നെ ദിനേന നമ്മൾ മിനിമം 15,000 തവണ കണ്ണ് ചിമ്മുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണുകൾ ആരോഗ്യത്തോടു കൂടെ നിലനിൽക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നിരവധി വേസ്റ്റ് പ്രൊഡക്റ്റുകൾ, ദഹനത്തിൻ്റെ എല്ലാം ഫലമായിട്ടുണ്ടാകുന്ന പലതും അത് പോയ്സണസ് ആണ്, അത് വിഷകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം നമ്മൾ പോലും അറിയാതെ ശരീരത്തിൽ വരുന്ന അമിത ജലവും മറ്റുമെല്ലാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അത് ഫിൽട്ടർ ചെയ്ത് ആ കിഡ്നി ശുദ്ധീകരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആരോഗ്യത്തോടു കൂടെ നിലനിൽക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ചുറ്റിലുള്ള നിരവധി ബാക്ടീരിയകൾ, വൈറസുകൾ, അത് പലതും നമ്മുടെ ജീവൻ അപഹരിക്കാൻ മാത്രം ശക്തമാണ്. അത്തരം ബാക്ടീരിയകളിൽ നിന്നും വൈറസുകളിൽ നിന്നെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, അതായത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ നമ്മളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ ആരോഗ്യത്തോടു കൂടെ ഇവിടെ ജീവിക്കുന്നത്. ഇത്തരത്തിലുള്ള നൂറുകണക്കിന് പ്രവർത്തനങ്ങൾ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ നമ്മൾ ബോധവാന്മാരല്ലാത്ത നിരവധി പ്രവർത്തനങ്ങളെല്ലാം അവിടെ സ്മൂത്തായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് കൊണ്ടാണ് ആരോഗ്യത്തോടു കൂടെ നമ്മളിവിടെ ജീവിക്കുന്നത്. ഇപ്പം എത്രത്തോളം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കൈയൊന്ന് പൊക്കണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ 1,00,000 ഞരമ്പ്, 29 മസിൽ, 27 എല്ലുകൾ അത് ഒരേ സമയം പ്രവർത്തിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കൈ എനിക്ക് ചലിപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ കാണാത്ത രൂപത്തിലുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോ രക്തത്തുള്ളിയിലും അല്ലെങ്കിൽ നമ്മുടെ ഓരോ സെല്ലിനകത്തും അൽ ലത്തീഫ് എന്നുള്ള ആ ഒരു ക്വാളിറ്റി പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിനകത്ത് മാത്രമല്ല, പുറത്ത് നമ്മുടെ ജീവന് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള നിരവധി പ്രതിഭാസങ്ങൾ, പലപ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോകുന്ന മഴയും കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം അതുവഴിയല്ല. ഇപ്പോൾ ഒരു പണ്ഡിതൻ മനോഹരമായിട്ട് കുറിച്ചത്, ചുട്ടുപൊള്ളുന്ന ചൂടിൽ നമ്മുടെ ശരീരം വയർക്കുന്നുണ്ട്, പക്ഷേ അതേ ചൂടേറ്റ് എൻ്റെ ശരീരത്തിന് വിശപ്പകറ്റാനുള്ളൊരു പഴം അപ്പുറത്ത് പഴുത്തുകൊണ്ടിരിക്കുകയാണ്, പാകമായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളറിയാത്ത രൂപത്തിൽ ആ കാരുണ്യം അവിടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു ആ ഭൂമിയെ സംബന്ധിച്ച്, ആ മഴയെ സംബന്ധിച്ചെല്ലാം പറഞ്ഞ സമയത്ത് സൂറത്തുൽ ഹജ്ജിൻ്റെ 63-ാമത്തെ വചനത്തിൽ അൽ ലത്തീഫ് എന്നുള്ള ആ ഒരു നാമം ആ ഒരു ആയത്തിലും അള്ളാഹു പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സൂക്ഷ്മമായിട്ടുള്ള അള്ളാഹിൻ്റെ തിരിച്ചറിയാൻ പറ്റാത്ത ആ ഒരു കാരുണ്യം അല്ലെങ്കിൽ ആ പദ്ധതികൾ അത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നിരവധി പണ്ഡിതന്മാർ ഈ ഒരു നാമത്തെ വിശദീകരിച്ച സമയത്ത് പ്രധാനമായിട്ട് അവർ ഉദ്ധരിക്കുന്നത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. അദ്ദേഹം ഈ ഒരു നാമം ആ സംഭവത്തിൻ്റെ അവസാനം ഉദ്ധരിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്കുക, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി അള്ളാഹു അവിടെ ഒരു വലിയ ഭൂകമ്പോ അതല്ലെങ്കിൽ ഒരു ഇടിമിന്നൽ വന്ന് അവിടെ ആ ജയിൽ തകരുക അതൊന്നുമല്ല ചെയ്തത്. മറിച്ച് വളരെ സൂക്ഷ്മമായിട്ടുള്ള രൂപത്തിൽ, ഒരാൾക്കും മനസ്സിലാകാത്ത രൂപത്തിലാണ് ആ ഒരു പദ്ധതി അവിടെ അള്ളാഹു ആസൂത്രണം ചെയ്യുന്നത്. രാത്രിയുടെ ഇരുട്ടിൽ ആ രാജാവിൻ്റെ സ്വപ്നത്തിലൂടെ ആ പദ്ധതി കടന്നു വരികയാണ്. പിന്നീട് അദ്ദേഹം അതിൻ്റെ ഫലമായിട്ട് ഒന്നിൻ്റെ പിറകെ മറ്റൊന്നായിട്ട് നിരവധി സംഭവങ്ങൾ അരങ്ങേറാണ്. ആ സംഭവം നമുക്കെല്ലാം അറിയുന്നതുകൊണ്ട് തന്നെ ഞാനിത് ആവർത്തിക്കുന്നില്ല. അവസാനം അതിൻ്റെ ക്ലൈമാക്സ്, അതിൻ്റെ ഫലമായിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തു വരികയാണ്.
അപ്പോൾ അവിടെ അള്ളാൻ്റെ ഒരു ടൈമിങ്ങിനെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുക. അതായത് എത്ര വർഷമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ജയിലിൽ കുറ്റാരോപിതനായിട്ട് കിടക്കേണ്ടി വന്നത്. ആ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയാണ്. പക്ഷേ ആ ഡിലേയിൽ പോലും ആ ഒരു ഹിക്മത്ത് അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജയിലുണ്ടായിരുന്ന വ്യക്തി അയാൾ റിലീസാകുന്ന സമയത്ത് എൻ്റെ കാര്യം രാജാവിനോട് ഉണർത്തണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം അത് മറന്നു പോവാണ്. ആ മറന്നു പോയത് കൊണ്ടാണ് ആ വലിയ ഡിലേ അവിടെ സംഭവിക്കുന്നത്. ചിന്തിച്ചു നോക്കുക, അദ്ദേഹം അത് ഓർത്ത് ഉടനെ തന്നെ രാജാവിനോട് പോയി പറഞ്ഞിരുന്നെങ്കിൽ അവിടെ മാക്സിമം സംഭവിക്കുക യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ റിലീസാക്കും. പിന്നീട് അവിടെ ഒന്നും നടക്കില്ല. ആ ഡിലേ അവിടെ വന്നതുകൊണ്ടാണ് ആ രാജാവിൻ്റെ അടുപ്പവും പിന്നീട് അദ്ദേഹത്തിന് അത് കാരണം ആ മന്ത്രിപദമെല്ലാം ലഭിക്കാനുണ്ടായ കാരണം. ഇപ്പോൾ മൊത്തം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൻ്റെ ഓരോ ഇവൻറ്റുകൾ, ഓരോ പീസുകൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ നെഗറ്റീവ് എന്ന് വിലയിരുത്തുന്ന രൂപത്തിലാണ്. ഒരു കുട്ടി ഒന്നും ചെയ്യാതെ തന്നെ ആ കിണറ്റിൽ വീഴേണ്ടി വരികയാണ്, യാത്രക്കാരുടെ കയ്യിൽ അകപ്പെടേണ്ടി വരികയാണ്, അടിമച്ചന്തയിൽ വിൽക്കാൻ വേണ്ടി ആ രൂപത്തിൽ അനുഭവിക്കേണ്ടി വരികയാണ്. പിന്നീട് അജീസിൻ്റെ വീട്ടിൽ വളരെ മോശം എക്സ്പീരിയൻസിലൂടെ കടന്നു പോകേണ്ടി വരികയാണ്. അവസാനം ചെയ്യാത്ത കുറ്റത്തിന് ആ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയാണ്. പക്ഷേ അതെല്ലാം ഒന്നിനു പുറകെ മറ്റൊന്നായിട്ട് വലിയ ഉയർന്ന ഒരു ക്ലൈമാക്സിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു. മൊത്തം സ്ക്രിപ്റ്റിലെ ഒരൊറ്റ സീനും എഡിറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റാത്ത വിധം ഒന്ന് അടുത്തതിലേക്ക് ലീഡ് ചെയ്യുന്ന രൂപത്തിൽ എല്ലാം പരസ്പരം കണക്റ്റഡാണ്. ആ കിണറ്റിൽ വീണതുകൊണ്ടാണ് ആ ചന്തയിലേക്ക് എത്തിയത് കൊണ്ടാണ് അജീസിൻ്റെ വീട്ടിലെത്തുന്നത്. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അജീസിൻ്റെ വീട്ടിൽ വെച്ച് ഭാവിയിൽ അദ്ദേഹം ഏറ്റെടുക്കാൻ പോകുന്ന ആ പദവിയിലേക്ക് വേണ്ട, ആ റോളിന് വേണ്ട പരിശീലനം അത് പരോക്ഷമായിട്ട് ആ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. അജീസിൻ്റെ വീട്ടിലെത്തിയത് കൊണ്ടാണ് പിന്നീട് ജയിലിലെത്തിയത് കൊണ്ടാണ് അവസാനം ആ മന്ത്രിപദത്തിലേക്കെല്ലാം ഉയരുന്നത്. അപ്പോൾ ഓരോന്നും പരസ്പരം കണക്റ്റഡാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലുടനീളം അദൃശ്യമായിട്ട് അള്ളാഹിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ആ പദ്ധതി അവിടെ നടപ്പിലാക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ആ സംഭവത്തിനിടയിൽ വല്ലാഹു ഗാലിബുൻ അല അംരി അള്ളാഹു പറയുന്നുണ്ട്. അതുമാത്രമല്ല, അവസാനം ആ കുടുംബമായിട്ടുള്ള റിയൂണിയനെല്ലാം സംഭവിച്ചതിന് ശേഷം അതിൻ്റെ അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ പറയുന്നുണ്ട് 100-ാമത്തെ വചനത്തിൽ, ഇന്ന റബ്ബി ലത്തീഫുൻ ലിമാ യശാ, എൻ്റെ റബ്ബ് അൽ ലത്തീഫാണ്. ആ ലത്തീഫ് എന്നുള്ള നാമം അദ്ദേഹം അവസാനം പറയുന്നുണ്ട്. വളരെ സൗമ്യമായിട്ടുള്ള രൂപത്തിൽ, വളരെ അദൃശ്യമായിട്ടുള്ള രൂപത്തിൽ അവൻ്റെ ആ പദ്ധതികൾ, അവൻ്റെ ആ കാരുണ്യം അതെല്ലാം നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സംഭവം അവസാനിക്കുന്നത്. അൽ ലത്തീഫായിട്ടുള്ള അള്ളാഹിൻ്റെ സമാനമായിട്ടുള്ള ഇടപെടലാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ് അള്ളാഹു നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ കൊട്ടയിലാക്കി ആ വെള്ളത്തിലേക്ക് ഇടാൻ വേണ്ടിയുള്ള കൽപ്പന വരികയാണ്. സൂറത്തുൽ ഖസസിൻ്റെ ആദ്യ ഭാഗം ഒന്ന് വായിച്ചു നോക്കുക. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അത്യധികം വിഷമത്തോടുകൂടി അവർ ആ വെള്ളത്തിലേക്ക് വെക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു അവിടെ ഒരു വാഗ്ദാനം, അത് തിരിച്ചു കൊടുക്കുമെന്നുള്ള വാഗ്ദാനം അള്ളാഹു ആ ഗ്യാരണ്ടി അവിടെ നൽകുന്നുണ്ട്. ഏത് രൂപത്തിലായിരുന്നു അള്ളാഹു അൽ ലത്തീഫായിട്ടുള്ള അള്ളാഹു ആ കുട്ടിയെ തിരിച്ചു നൽകിയത്? ആ നൈൽ നദി കരകവിഞ്ഞ് ഒഴുകി അവിടെ ഒരു പ്രളയം ഉണ്ടായിട്ടില്ല. അതല്ലെങ്കിൽ ഫിർഔൻ അവിടെ വധിക്കപ്പെടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഒന്നും അവിടെ സംഭവിക്കുന്നില്ല. മറ്റാരും അറിയാത്ത രൂപത്തിൽ അൽ ലത്തീഫായിട്ടുള്ള അള്ളാഹു അവൻ്റെ പദ്ധതി നടപ്പിലാക്കിയത് എത്ര നിസ്സാരമായിരുന്നു. ആ കുട്ടി മറ്റൊരാളുടെയും ആ മുല കുടിക്കാൻ വേണ്ടി ആ കുട്ടി സന്നദ്ധമാകുന്നില്ല. അവസാനം ആ മാതാവിൻ്റെ കൈകളിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. അള്ളാഹു ആ വാഗ്ദാനം നിറവേറ്റിയ രൂപത്തെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുക. പ്രഭാതത്തിൽ ആ മാതാവ് അങ്ങേയറ്റം ഭയത്തോടു കൂടെയായിരുന്നു ആ കുഞ്ഞിനെ മുലയൂട്ടിയതെങ്കിൽ പ്രദോഷത്തിൽ അത് സംഭവിച്ചതിന് ശേഷം നിർഭയമായിട്ട് സ്വന്തം വീട്ടിലിരുന്ന് മുല നൽകാൻ വേണ്ടി സാധിക്കുകയാണ്. അതേപോലെ തന്നെ പ്രഭാതത്തിൽ ആ ഫിർഔൻ്റെ പടയാളികളെ അങ്ങേയറ്റം ഭയന്നായിരുന്നു ആ മാതാവ് മുലയൂട്ടിയതെങ്കിൽ പ്രദോഷത്തിൽ അതേ ഫിർഔൻ്റെ ആ പിഞ്ചു കുഞ്ഞുങ്ങളെ വധിക്കുന്ന ഫിർഔൻ്റെ കൽപ്പന പ്രകാരം മുല കൊടുക്കാൻ വേണ്ടി ഉള്ള അവസരം ലഭിക്കുകയാണ്. അതേപോലെ തന്നെ പ്രഭാതത്തിൽ ഫ്രീ ആയിട്ടായിരുന്നു ആ കുഞ്ഞിനെ മുല നൽകിയതെങ്കിൽ പ്രദോഷത്തിൽ ആ മുല നൽകുന്നതിന് ഫിർഔന് പണവും ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ ബോണസ് അടക്കമാണ് അള്ളാഹു ആ വാഗ്ദാനം നിറവേറ്റുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ചിന്തിച്ച് നോക്കുക, അൽ ലത്തീഫായിട്ടുള്ള അള്ളാഹു എത്ര ഭംഗിയോടുകൂടെയാണ് അവൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഗോഡ് വർക്ക്സ് മിസ്റ്റീരിയസ് വേയ്സ്, ദൈവം നിഗൂഢമായിട്ടുള്ള വഴികളിലൂടെ പ്രവർത്തിക്കുന്നു എന്നെല്ലാം പറയാറുണ്ട്. അതുതന്നെയാണ് അൽ ലത്തീഫ് എന്നുള്ള ആ നാമത്തിൻ്റെ ആശയം. അപ്പോൾ ഇവിടെ ഇതെല്ലാം സംഭവിച്ചത് ഒരു പ്രവാചകന്മാരുടെ ജീവിതത്തിലല്ലേ, നമ്മൾ സാധാരണക്കാരല്ലേ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അള്ളാഹു പറയുന്നുണ്ട് സൂറത്ത് ശൂറയുടെ 19-ാമത്തെ വചനത്തിൽ, അള്ളാഹു ലത്തീഫും ബി ഇബാദിഹി, അള്ളാഹു അവൻ്റെ അടിമകളോട് അൽ ലത്തീഫാണ് എന്നുള്ളത്. അതായത് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും വരും. നമുക്കതിലുള്ള കാരുണ്യം ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിഞ്ഞുകൊള്ളുന്നില്ല. ആ ലത്തീഫ് എന്നുള്ള ആ ഗ്ലാസ്സിലൂടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാം കളർഫുള്ളായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളത്. അതിനെ നിങ്ങളെ പ്രാപ്തമാക്കുക. അതാണ് ഈ ഒരു നാമം പഠിക്കുന്നത് വഴി നമ്മൾ മനസ്സിലാക്കുന്നത്. ചില സമയത്ത്
അള്ളാഹു രോഗം നൽകിക്കൊണ്ട് നമുക്ക് ശമനം നൽകുക എന്നുള്ളത്. അപ്പോൾ അലി ബനാത്ത് റഹിമഹുള്ളയുടെ ചരിത്രം ഓർക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ ചില സമയത്ത് ആ ദാരിദ്ര്യം നൽകുക വഴി ചില ആളുകളെ സമ്പന്നനാക്കും. അതല്ലെങ്കിൽ ചില സമയത്ത് നമ്മളിൽ നിന്ന് എടുക്കുന്നതിലൂടെ അവൻ നൽകും, നൽകുന്നത് വഴി അവൻ എടുക്കും എന്നുള്ളത് ആ രൂപത്തിലാണ്. പ്രസിദ്ധമായിട്ടൊരു കോട്ടിൽ പറയുന്നത് പോലെ വകം മിൻ മിഹ്നത്തിൻ ഫീ തൊയ്യാത്തിഹ മിൻഹ, അതായത് എത്ര കഷ്ടതകൾക്കുള്ളിലാണ് അനുഗ്രഹങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്, അതല്ലെങ്കിൽ എത്രയോ പരീക്ഷണങ്ങൾക്കുള്ളിൽ ആ ദൈവത്തിൻ്റെ സമ്മാനം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 216 പ്രസിദ്ധമായിട്ടുള്ള വചനത്തിൽ അസ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും, ചില കാര്യങ്ങൾ നിങ്ങളത് ഇഷ്ടപ്പെടുന്നുണ്ടാകും, പക്ഷേ അത് നിങ്ങൾക്ക് ഷർറാകും. അതേസമയം ചില കാര്യങ്ങൾ നിങ്ങൾ വെറുക്കുന്നുണ്ടാകും, അതിൽ നിങ്ങൾക്ക് ഖൈറുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ കവർ, ഒരു പുസ്തകത്തിൻ്റെ ആ പുറംചട്ട നോക്കി നിങ്ങൾ അതിനെ ജഡ്ജ് ചെയ്യരുത് എന്നുള്ള. ചില സമയത്ത് മോശം പുറംചട്ടയാകും, പക്ഷേ അതിനകത്തുള്ള കണ്ടൻറ്റ് നന്നായിരിക്കും. അത് നേരെ തിരിച്ചു ആകാം. ചില സമയത്ത് കണ്ടൻറ്റ് മോശമാകും, പുറംചട്ട മനോഹരമായിരിക്കും. ഇത് ജീവിതാനുഭവങ്ങളുടെ കാര്യത്തിലും നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകളുടെ കാര്യത്തിലെല്ലാം ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അൽ ലത്തീഫായിട്ടുള്ള അള്ളാൻ്റെ ആ സൗമ്യമായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ആ കാരുണ്യത്തിൻ്റെ പ്രവാഹം, ഇടപെടലുകൾ നമ്മുടെ എല്ലാ നിത്യജീവിതത്തിൽ പല രൂപത്തിലായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും. അവൻ നമ്മൾ കാണാത്ത വിധം നമ്മളോട് കരുണ ചെയ്യുന്നുണ്ടാകും, നമ്മൾ കേൾക്കാത്ത വിധം നമ്മളെ സഹായിക്കുന്നുണ്ടാകും, നമ്മൾ അറിയാത്ത വിധം നമ്മളെ സംരക്ഷിക്കുന്നുണ്ടാകും. അപ്പോൾ ചില സമയത്ത് ചില ജീവിതാനുഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഒരു അപകടത്തിലേക്ക് നടന്നു നീങ്ങുന്ന സമയത്ത് എന്തോ ഒന്ന് തോന്നി, ആ ഡ്രൈവർക്ക് എന്തോ ഒന്ന് തോന്നി അവിടെ നിർത്തുകയാണ്, അതുവഴി നമ്മൾ രക്ഷപ്പെടുകയാണ്. അതല്ലെങ്കിൽ ഒരല്പം മുമ്പ് നടന്ന ആ ഫ്ലൈറ്റ് അപകടത്തിൽ ഒരാൾ ആ ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് അയാൾ വൈകി എത്തിയത് കാരണം ആ ഫ്ലൈറ്റ് മിസ്സാവുകയാണ്. പിന്നീട് ആ ഫ്ലൈറ്റ് അപകടത്തിൽ ഒരാൾ ഒഴികെ എല്ലാ ആളുകളും മരണപ്പെടുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ അങ്ങേയറ്റം പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് നമ്മളെ വിളിക്കണമെന്ന് തോന്നുകയാണ്. അതല്ലെങ്കിൽ നമുക്ക് കേൾക്കേണ്ട കാര്യം കൃത്യസമയത്ത് മറ്റൊരാളിൽ നിന്നും നമ്മൾ കേൾക്കുകയാണ്, അതോടുകൂടെ ഒരു സമാധാനം വരികയാണ്. അതല്ലെങ്കിൽ പുതിയൊരു വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയാണ്. അതല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ നേരെ തിരിച്ച് നമ്മൾ തെറ്റിലേക്ക് നടന്നു പോകുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ടൊരു തടസ്സം, അത് കാരണം നമുക്ക് ആ തെറ്റ് ചെയ്യാൻ കഴിയാതെ പോവാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ തടസ്സമല്ല, മറിച്ച് അള്ളാൻ്റെ ആ സൂക്ഷ്മമായിട്ടുള്ള ആ കാരുണ്യം അല്ലെങ്കിൽ ഇടപെടലുകളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാൻ്റെ ഈ ഒരു വിശിഷ്ട നാമം അൽ ലത്തീഫ് എന്നുള്ള ആ ഒരു നാമം അത് ഉൾക്കൊള്ളാനും അതുവഴി ആ സൂക്ഷ്മ കാരുണ്യത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. അള്ളാൻ്റെ നാമങ്ങൾ അടുത്തറിയാനും അത് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളും അള്ളാഹിനെ കണ്ടെത്താനും അതുവഴി അള്ളാഹുവിനോട് അടുക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.